എവിടെങ്കിലും ഒരു പുലിയിലോ റെഡിയാക്കാൻ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂട് വയ്ക്കുന്ന ഒരു നടപടിക്രമം പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പുലിയുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എക്സ്പെർട്ട് കമ്മിറ്റി കൂടി ഏറ്റവും വേഗത്തിൽ അതിൻ്റെ നടപടി പൂർത്തീകരിക്കുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചൊരു അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായ ഏരിയകളിലൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 6 മാസമായിട്ടും കൂട് വയ്ക്കാനുള്ളൊരു അനുമതി കിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയ്ക്കകത്ത് പുലിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പരിസരത്തുള്ളവരെല്ലാം വലിയ പേടിയില്ല. കാരണം ഏറ്റവും വേഗത്തിൽ പുലിനെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അത് അറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറായി ഏറ്റവും വേഗത്തിൽ കൂട് ഇവിടെ ലഭ്യമാക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ പുലിനെ പിടിച്ച് നമ്മുടെ ജനത്തിൻ്റെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഭീതി അകറ്റാന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വിശ്വാസം ഏറ്റവും വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പ്രദേശം നാടും ഇതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇതൊരു ആളുകളുടെ ഭയം എപ്പോഴും നമുക്കറിയാമല്ലോ, വനവാസ മേഖല അല്ലാത്തതുകൊണ്ട് അല്ലാത്ത ഭീതിയിലെല്ലാവരും. അപ്പോൾ ഏറ്റവും വേഗത്തിൽ നടപടി പൂർത്തീകരിച്ച് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം ഇത് കിട്ടണം തന്നെയാണ്. ഇത് ആ കാര്യത്തിൽ ഏറ്റവും വേഗം തന്നെ പൂർത്തീകരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഒരു ആത്മവിശ്വാസം. ഫോറസ്റ്റും RRTയും ഇവിടെ 24 മണിക്കൂറുണ്ട് ഉണ്ട്. അവർ ഈ പ്രദേശങ്ങളിൽ ഉണ്ട്. കാരണം ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പുലിനെ കണ്ടു, പുലിയുടെ പാട് കണ്ടു എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ആളുകൾ വിളിച്ചിട്ടിരിക്കും. പക്ഷേ തത്സമയം തന്നെ അവർ പോയി കൃത്യമായിട്ട് അത് പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഫുൾ ടൈം അവർ അവൈലബിളാണ്. ചിറങ്ങര മംഗലശ്ശേരി മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നീണ്ടു നിൽക്കുന്ന പുലിഭീതിയെ മാറ്റാനാവശ്യമായ വളരെ വേഗത്തിലുള്ള നടപടി നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിലുള്ള നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഹൃദയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, ഈ മേഖലയെ അത് ഫോറസ്റ്റ് അധികൃതർ നൽകുന്നൊരു മുന്നറിയിപ്പാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റരുത്. കാരണം മനുഷ്യൻ്റെ മണം വന്നാൽ ഇത് വരാൻ, പ്രത്യേകിച്ച് ഇതൊരു ജനവാസ മേഖലയും കൂടിയാണ്. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ആണെങ്കിൽ അത്ര ജനവാസം അല്ലെങ്കിൽ ജനത്തിന് സാമീപ്യം ഉണ്ടാവില്ല. പക്ഷേ ഇതിപ്പോൾ വളരെ വലിയ നമ്പർ ആളുകൾ വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിൽ അതിവേഗതയിൽ നമുക്ക് ഈ പുലിയെ പിടിക്കുക എന്നത് അസാധ്യമായി തീരും. നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ ഇത്ര വേഗത്തിൽ നടപടി എടുക്കാൻ ഒരു കാരണം, ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞാൽ പരീക്ഷ കഴിയാണ്. പ്രദേശത്തൊക്കെ കുട്ടികൾ ഓടി കളിക്കാനും അത് അവരോട് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. അപ്പോൾ അതിവേഗതയിൽ പുലിയെ പിടിക്കുക എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ കൊരട്ടി പഞ്ചായത്തിൻ്റെ ഈ മെമ്പർമാർ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നത്. ഇപ്പോൾ നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ ഒരു കെണി കിട്ടാൻ, ഒരു ആടിനെ കിട്ടാൻ പോലും വളരെ വേഗത്തിൽ ജനങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ വാർഡ് മെമ്പറുമായി സഹകരിച്ച് അതിവേഗതയിലാണ് ഒരു കെണി എന്ന നിലയിൽ ഒരു ആടിനെ നമുക്ക് ഒരു സമ്മാനം പോലെ നാട്ടുകാർ തരാണ്. അത്രയും സഹകരിക്കുന്ന ഒന്നുണ്ട്. പക്ഷേ ജനത്തിന് സ്വാഭാവികമായും ഈ പ്രദേശത്ത് പുലിക്കൂട്, പുലിക്കണി എന്നൊക്കെ പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. സ്വാഭാവിക അത്ഭുതത്തെ കാഴ്ചയുടെ മാറ്റത്തിന് വിധേയമാക്കാതെ എല്ലാവരും ഒന്നും കൂടി ഇതുവരെ എങ്ങനെയാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഫോറസ്റ്റും പോലീസുമായി സഹകരിച്ചത്, അതുപോലെ ഇനിയും ജനങ്ങൾ സഹകരിക്കണം എന്നും നമുക്കൊരു ശുഭവാർത്ത കേൾക്കാൻ അധിക ദിവസം വേണ്ടി വരാത്ത നിലയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഫോറസ്റ്റ് വിഭാഗത്തിൻ്റെ വനംവകുപ്പിൻ്റെ വളരെ തികഞ്ഞ വളരെ നല്ല രീതിയിലുള്ള അവരുടെ പ്രവർത്തനമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയുന്ന, അവർക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കാൻ കഴിയുന്ന RRT അംഗങ്ങളുടെ ഫോൺ നമ്പർ ഫോറസ്റ്റ് അധികൃതർ എപ്പോഴും
പഞ്ചായത്ത് ജനപ്രതിനിധിയുമായി ബന്ധപ്പെടൽ, എക്സ്പെർട്ട് കമ്മിറ്റി ഇവിടെ തന്നെ കൂടുതൽ വേറെ എങ്ങുമില്ല. ആ നിൽക്കുന്ന ഇടങ്ങളിൽ എക്സ്പെർട്ട് കമ്മിറ്റി, ഇപ്പോൾ DFO, അതുപോലെ മറ്റ് ഡോക്ടർ, അതുപോലെ NGO, അതുപോലെ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ തരത്തിൽ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, അവരെല്ലാം സമയം ഒട്ടും കളയാതെ സ്പോട്ടിൽ നിന്ന് തന്നെ മിനിറ്റ്സാക്കി അപ്പോൾ തന്നെ മെയിൽ ചെയ്ത്, അതാണ് അതിവേഗതയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കൂട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതിനെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം അത്ര വേഗതയിൽ നടക്കുന്ന ഒരു കാര്യമില്ല. പുലി വന്നു എന്നറിയിച്ചിട്ടും നടപടികളായിട്ട് 1 മാസം പോലും ആയിട്ട് കൂടുകൾ വെച്ചിട്ടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങളിങ്ങനെ കൂട് വയ്ക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, ഇത്ര വേഗത്തിൽ കൂട് വയ്ക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിവേഗതയിൽ ഈ ഫോറസ്റ്റ് അധികൃതരുടെ ഒരു വലിയ സഹകരണം ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിശ്ചയമായും ഒരു ശുഭവാർത്ത കേൾക്കും എന്ന പ്രതീക്ഷയാണ് പഞ്ചായത്ത് എന്ന നിലയിൽ ഞങ്ങൾക്കുള്ളത്. പരട്ടി മംഗലശ്ശേരി ഭാഗത്ത് പുലി ഭീതിയെ തുടർന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഇതിന് ഒറ്റക്കെട്ടായി ഈ നാട് മുന്നേറുന്നു കണ്ടപ്പോൾ പലയിടത്തും പല ഭാഗങ്ങളിൽ നിന്നും അവിടെ പുലിനെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞെങ്കിലും ഇവിടെയാണ് 3 ദിവസം പുലി വന്നത്. 2 ദിവസം ഒരേ നായയെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ആ 3 ദിവസം വന്ന പാടുകളെല്ലാം നമുക്ക് വ്യക്തമായി കിട്ടുകയും ചെയ്തു. കാരണം അത് പുലിയുടെ കാൽപാദമാണെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേമാതിരി നായയെ ആക്രമിച്ചതും പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനം കണ്ടുകപ്പോൾ ഇപ്പോൾ ഒരു ആടിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ തൊട്ടടുത്ത പഞ്ചായത്തായ അങ്കമാലി കറുവറ്റിയിൽ നിന്ന് ആളുകൾ എന്നെ വിളിക്കുകയും ഇത് ആടിനെ കൊണ്ടുപോക്കോ നാട് രക്ഷപ്പെടട്ടെ എന്ന് പറയാൻ കറുവറ്റി കാണിച്ച വലിയ മനസ്സുണ്ട്. ആ മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വെള്ളിയാഴ്ച നൈറ്റാണ് ഞങ്ങൾക്കിങ്ങനെ ഇവിടെ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട്, നായയെ കൊണ്ടുപോയി എന്നുള്ള അറിവ് കിട്ടുന്നത്. ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ കാര്യം, അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ ഞാനും പോലീസിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും ബന്ധപ്പെട്ടിരുന്നു. ഉടനെ നമുക്കൊരു വിഷയം അതിൻ്റെ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കുക എന്നുള്ളതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അത് സാധിച്ചു. ഇപ്പോൾ പ്രസിഡൻ്റൊക്കെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഞങ്ങൾ ജനപ്രതിനിധികളുടെ ഒപ്പം തന്നെ ഫോറസ്റ്റുകാർ, അതുപോലെ പോലീസ് വകുപ്പ്, മാധ്യമങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നു. ഞങ്ങളുടെ വാർഡിലെ നല്ലവരായ നാട്ടുകാരൊപ്പം നിന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ആശങ്ക എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ സ്കൂൾ വെക്കേഷൻ വരാറായി. അപ്പോൾ പല അമ്മമാരും ആശങ്കയോടെ എന്നെ വിളിക്കുന്നുണ്ട്, നമുക്ക് പുലിയെ പിടിക്കാറായോ എന്ന് ചോദിച്ചിട്ട്. കാരണം കുട്ടികളെ നമുക്ക് ഒരു എന്താ പറയുക, കൂച്ചുവലങ്ങിട്ട് വീട്ടിൽ നിർത്താൻ പറ്റില്ല. കുട്ടികൾ ഓടിക്കളിക്കുന്ന പാടമൊക്കെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഈ കൂട് വെച്ചതോടുകൂടി പുലിയെ 100% പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. എങ്കിലും 100% സമാധാനം ഞങ്ങൾക്കും ഈ നാട്ടുകാർക്കും നമ്മുടെ വാർഡിലൊക്കെ കിട്ടണമെങ്കിൽ നമുക്കിതിനെ പിടിച്ചേ പറ്റൂ. അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞു.